ഹലോ എവറി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. നമ്മുടെ SSC CHSL 2024 എക്സാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ എക്സാമിനും ചോദിച്ച മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 11/7/2024 9 മണി മുതൽ 10 മണി വരെ ഉള്ള എക്സാം ടൈമിൽ കണ്ടക്ട് ചെയ്ത CHSLന്റെ ടയർ 1 എക്സാം ആണ്. അപ്പം അതിൽ ചോദിച്ച മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോണത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. മാത്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡിവിസിബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇഫ് ദ നമ്പർ 6p5157q is divisible by 88, then p into q is equal to. ഇപ്പൊ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് കൂടുതലും ചോദിക്കുന്നത് ഡിവിസിബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്റെ പല നമ്പർ സിസ്റ്റത്തിന്റെ ക്ലാസ്സിലും ഞാനിത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. എപ്പോഴും ചോദിക്കുന്നത്, ഇപ്പം സ്ഥിരം ചോദിക്കുന്നത് ഡിവിസിബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ. അതിൽ തന്നെ 8ഉം 9ഉം 11ഉം അതിന്റെ കോമ്പിനേഷൻസും ആണ് ഒരുപാട് ചോദിച്ച് കാണുന്നത്. അപ്പം ഇനി അടുത്ത CGL-ന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും NTPC-ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഉറപ്പായിട്ട് ഈ കോമ്പിനേഷൻസിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിച്ചിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ ഇവിടെ 88ന്റെ ഡിവിസിബിലിറ്റി ആണ്. 88 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഒരു സംഖ്യയെ 8 കൊണ്ടും 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 88 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 8ന്റെ ഡിവിസിബിലിറ്റിയും ചെക്ക് ചെയ്യണം, 11ന്റെ ഡിവിസിബിലിറ്റിയും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു നമ്പറിനെ 88 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. എങ്ങനെയാ 8ന്റെ ഡിവിസിബിലിറ്റി ചെയ്യുന്നത്? 8ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് അവസാനത്തെ മൂന്ന് ഡിജിറ്റ് നോക്കിയാൽ മതി. 5 7 q. ഈ 5 7 qല് നമ്മൾ ഈ 5 7 qനെ നമ്മൾ 8 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഈ 5 7 qനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 വരും. കാരണം 88 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. 8 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അവസാനത്തെ 3 ഡിജിറ്റ്സും 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ 7 into 8 56 ആണ്, ബാക്കി 1 വരും. അപ്പൊ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലെ, 16 അല്ലേ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. അപ്പൊ ക്യൂന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 6 അല്ലേ. സോ q is equal to 6 എന്ന് വരും. അതായത് 16 മാത്രമേ നമുക്ക് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ക്യൂന് പകരം വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ നമ്മുടെ നമ്പർ 6 p5157 എന്ന് വന്നു. അപ്പൊ ക്യൂന്റെ വാല്യൂ 6 എന്ന് വന്നു. അപ്പൊ ഇനി പിയുടെ വാല്യൂ കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഇനി 11 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം. 11 കൊണ്ടുള്ള ഡിവിസിബിൾ ആണെന്ന് പറയുന്നത് കൊണ്ട് ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുത്ത് സം ചെയ്ത് വെക്കണം. ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് സം ചെയ്യുമ്പോൾ 10 + 12 22 വരും. ഇവിടെ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് സം ചെയ്യണം, 8 + 3 എന്ന് വരും. ഇതിന്റെ ഡിഫറൻസ് 0യോ 11 ഒക്കെ വരാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കേ, പിക്ക് 3 കൊടുത്താലേ, പിക്ക് 3 കൊടുത്താൽ 11 വരത്തില്ലേ. അപ്പൊ 22 - 11 എന്ന് പറയുന്നത് 11 എന്ന് കിട്ടും. സോ ഈ നമ്പറും ഈ 8 + p തമ്മിലുള്ള ഡിഫറൻസ് 11 കിട്ടണം. 22 - 8 - p is equal to 11 കിട്ടണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ. സോ p is equal to എന്ത് വരും? 3 വരും അല്ലെ. p is equal to 3 എന്ന് വരും. 22 8 + p കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 11 കിട്ടണം. ഓക്കെ. അപ്പൊ p is equal to നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അപ്പൊ 22 - 11 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, പിക്ക് പകരം 3 കൊടുത്തു. അപ്പൊ p 3 കിട്ടി. സോ 3 × 6 18 ആണ് ആൻസർ. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു ചോദ്യവും. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇൻ ദ ഫോളോയിങ് ലൈൻ ഗ്രാഫ്, ഒരു ലൈൻ ഗ്രാഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷോസ് ദ യൂണിറ്റ്സ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ഇൻ സം മന്ത്സ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ഉള്ള മാനുഫാക്ചറിങ്ങിന്റെ ഗ്രോത്ത് റിപ്പോർട്ടാണ്. ഇതില് പ്രീവിയസ് മന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കൂടുതലുള്ള ഹയസ്റ്റ് ഗ്രോത്ത് പെർസെന്റേജ് എവിടെയാണെന്നാ ചോദ്യം. ഹയസ്റ്റ് ഗ്രോത്ത് പെർസെന്റേജ്, ഇത് ഓരോ വാല്യൂ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമല്ല. ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓരോ വാല്യൂ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഈ ഒരു ഫിഗറിൽ ആ ഒരു സ്ലോപ്പ് ഒന്ന് നോക്കേ. ഇവിടെ ചെറിയൊരു സ്ലോപ്പേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നോക്കണ്ട. ജൂണിൽ നിന്ന് ജൂലൈയിലോട്ട് ഒരു ഹയസ്റ്റ് ഗ്രോത്ത്, ജൂലൈ നമുക്ക് ആൻസർ വരത്തില്ല. ജൂലൈയിലോട്ട് ഒരു ഹയസ്റ്റ് ഗ്രോത്ത് ഇല്ല. ആ സ്ലോപ്പ് ഒരു ലീനിയർ സ്ലോപ്പാണ്, മീൻസ് വലിയ ഇൻക്ലിനേഷൻ ഇല്ല. ഈ ഒരു സ്ലോപ്പും ചെറുതാണ്. പിന്നെ ഒരു സ്ലോപ്പ് വലുതായിട്ട് കാണിക്കുന്നത് ഇത്, ഒരു 100 ഡിഫറൻസ് വന്നിട്ടുണ്ട്. 425 എന്ന് പറയുന്നത് 525 ആവുന്നു. 525 എന്ന് പറയുന്നത് 650 ആവുന്ന ഒരു സ്ലോപ്പും ഉണ്ട്. 125 കൂടിയതുണ്ട്. ഇവിടെ എത്ര കൂടിയിട്ടുണ്ട്? 252 350,
8 കൂടിയിട്ടുണ്ട്. പക്ഷെ 252 നിന്ന് 98 കൂടിയത് വലിയൊരു കൂടക്കം അല്ലെ. 250 നിന്ന് ചെറിയൊരു നമ്പറിൽ നിന്നാണ് 98 വന്നത്. ഇതൊരു 525 എത്തിയിട്ടാണ് 125 ആഡ് ചെയ്തത് അല്ലെ. അപ്പൊ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ആ മെയിൽ നിന്ന് ജൂണിലോട്ട് വന്നപ്പോഴത്തേക്കും പ്രീവിയസ് മന്തിനേക്കാളും നല്ലൊരു ഇൻക്രിമെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജൂൺ തന്നെയാണ് ആൻസർ. ഒന്നും ആലോചിക്കാതെ ഡയറക്റ്റ് നമ്മുടെ ഫിഗറിൽ നിന്ന് എഴുതാവുന്നേ ഉള്ളൂ. ഒരു കാൽക്കുലേഷൻ പോലും ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടോ? ഒരു കാൽക്കുലേഷനും ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഡിനോമിനേറ്റർ ചെറുതാവുമ്പോഴേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? വലിയ വാല്യൂ കിട്ടും. 525ഉം 625ഉം ഒക്കെ ഡിനോമിനേറ്റർ വരും വലിയ വാല്യൂ ആണ്. സോ ഡിഫറൻസും വലുതായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ ടൈം കളയേണ്ട കാര്യമില്ല. സോ 198/250 തന്നെയായിരിക്കും വലിയ വാല്യൂ. കാരണം ഇവിടെ 125 ഉണ്ടെങ്കിൽ പോലും ഡിനോമിനേറ്ററിൽ വരുന്നത് 525 ആണ്. ഇവിടെ 100 കൂടിയിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്നത് 425 ആണ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു 252, അവിടെ ഒരു 500 റേഞ്ച് ആകുമ്പോഴത്തേക്കും 98ന്റെ ഡബിൾ വരും. ഒരു 160 റേഞ്ച് ഇൻക്രീസ് വരും. അതൊക്കെ തന്നെ മനസ്സിലാക്കാം. ജൂൺ മന്തിലാണ് പെർസെന്റേജ് ഇൻക്രീസ് കൂടുതൽ. പ്രോബ്ലം ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത PQR is a triangle. MN is a line segment intersecting PQ in M and PR in N such that MN parallel QR and divides triangle PQR into two parts which are equal in area. What is the ratio of MQ to PQ എന്നാണ് ചോദ്യം. ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. In triangle PQR, MN is a line segment intersecting PQ in M. എമ്മിലും PQലെ M എന്ന് പറഞ്ഞ പോയിന്റിലും PR-ലെ N എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് MN. Such that MN parallel QR. MN parallel QR ഒരു തിയറം പഠിച്ചിട്ടുണ്ട് നമ്മൾ. ട്രയാംഗിൾസിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസ് എന്ത് തിയറമാണ്? തെയിൽസ് തിയറം, ബേസിക് പ്രൊപോർഷണാലിറ്റി തിയറം. തെയിൽസ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസിക് പ്രൊപോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ തെയിൽസ് തിയറം ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഡിവൈഡ് ട്രയാംഗിൾ PQR into two parts. ഏതാണ്? വിച്ച് ആർ ഈക്വൽ ഇൻ ഏരിയ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് ഈ ട്രയാംഗിളിന്റെ ഏരിയയും വിച്ച് ഡിവൈഡ്സ് ട്രയാംഗിൾ PQR into two parts. ഈ ഒരു പോർഷന്റെ ഏരിയയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ രണ്ട് ഏരിയാസ് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ ഏരിയ 1 ആണെങ്കിൽ ഈ പോർഷന്റെ ഏരിയയും 1 ആണ്. ഈ രണ്ട് ഏരിയാസ് ഈക്വൽ ആയിരിക്കും. 1:1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 1ഉം ഇത് 1ഉം ആണെങ്കിൽ നമ്മുടെ ട്രയാംഗിൾ MPNന്റെ ഏരിയയും ട്രയാംഗിൾ PQRന്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 1:2 ആയിരിക്കും അല്ലെ. 1:2 ആയിരിക്കും. ഇത് ഏരിയയുടെ റേഷ്യോ. ഏരിയയുടെ റേഷ്യോ 1:2 ആണെങ്കിൽ സൈഡ്സിന്റെ ഒക്കെ റേഷ്യോ എങ്ങനെ വരും? റൂട്ട് എടുത്താൽ മതി. √1:√2. ദാറ്റ് ഈസ് 1:√2 ആയിരിക്കും. അതായത് ഈ ലെങ്ത് 1 ആണെങ്കിൽ ഈ ലെങ്ത് √2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി ഈ പോർഷൻ എന്ത് വരും? √2 - 1 വരും. നമുക്ക് ചോദിച്ചേക്കുന്ന MQ is to PQ ആണ് ചോദിച്ചേക്കുന്നത്. MQ എന്ന് പറയുമ്പോൾ √2 - 1 ആണ്. PQ എന്ന് പറയുമ്പോൾ √2 ആണ്. സോ ആൻസർ ഓപ്ഷൻ എ വരും അല്ലെ. ആൻസർ ഓപ്ഷൻ √2 - 1:√2. അപ്പൊ ഇത് എപ്പോഴും ഓർത്ത് വെച്ചേക്ക. ഒരു ട്രയാംഗിളിന് ഒരു സൈഡിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ മറ്റു രണ്ട് ട്രയാംഗിൾസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന? ഇപ്പൊ 1:2 ആണ് സൈഡിന്റെ റേഷ്യോ എങ്കിൽ 1:4 ആയിരിക്കും ഏരിയയുടെ റേഷ്യോ കേട്ടോ. അപ്പൊ ആ രണ്ട് ട്രയാംഗിൾസിന്റെ ഏരിയാസ് തമ്മിലുള്ള റിലേഷനും സൈഡ്സ് തമ്മിലുള്ള റിലേഷനും ഒക്കെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നമ്മൾ സിമിലാരിറ്റിക്കകത്തും പഠിക്കുന്നുണ്ട്. ഇത് സിമിലർ ട്രയാംഗിൾസിനകത്തും പഠിക്കുന്നുണ്ട് കേട്ടോ. സിമിലർ ട്രയാംഗിൾസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ശരിക്കും ഇത്. അടുത്ത ചോദ്യം ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് SSC ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന NTPCയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CGLന്റെ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് എക്സാം ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കാലിക്കറ്റ്, കൊല്ലം ബ്രാഞ്ചുകളിൽ പുതിയ ബാച്ചസിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു കറസ്പോണ്ടിങ് നമ്പേഴ്സിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഏത് നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു നമ്പർ നോട്ട് ചെയ്ത് വിളിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇനി ഓഫ്ലൈൻ കോഴ്സസിൽ വന്നു പോയി പഠിക്കാനൊന്നും പറ്റില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സസ് പർച്ചേസ് ചെയ്യാം. അവിടെയും നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം യൂസ് ചെയ്യുക, പഠിക്കുക.
അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ CHSLന്റെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം ആ ഒരു ഷിഫ്റ്റിൽ നടന്ന അടുത്ത ക്വസ്റ്റ്യൻ ഒരു ആവറേജിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ലെവൽ ആയിരുന്നു കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസും വളരെ ഈസി ലെവൽ എന്ന് പറഞ്ഞതിനകത്ത് ഈസി ലെവലിനകത്തുള്ളതായിരുന്നു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു മോഡറേറ്റ് ലെവൽ, ഒരു വലിയ ഹാർഡ് ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു ടൈപ്പും ഈ ഒരു എക്സാമിന് വലുതായിട്ട് കണ്ടിട്ടില്ല. CHSLന്റെ എക്സാമിന് കണ്ടില്ല. മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ഈസി ടു മോഡറേറ്റ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. The average age of Ruby and Sony. റൂബിയുടെയും സോണിയുടെ ആവറേജ് ഏജ് 40 ആണെങ്കിൽ സം 80 അല്ലേ? റൂബിയുടെ ഏജും സോണിയുടെ ഏജും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴല്ലേ 40 കിട്ടുന്നത്. അപ്പൊ സം ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ അല്ലേ? സം ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ അല്ലേ? ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. സം ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. സോ 40 ഇൻറ്റു 2 പേരുണ്ടായോണ്ട് 80. അപ്പൊ അവരുടെ റേഷ്യോ ഓഫ് ദെയർ ഏജസ് തന്നിട്ടുണ്ട്. ഒരാളുടെ വയസ്സ് 11 ആണെങ്കിൽ അടുത്ത ആളുടെ വയസ്സ് 5 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ സം എത്ര വരും? 11 5 16. വാട്ട് ഈസ് ദ ഏജ് ഓഫ് സോണി? സോണിയുടെ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 16ന്റെ വാല്യൂ 80 ആണെങ്കിൽ 5ന്റെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 16 ഇൻറ്റു 5 അല്ലേ 80. സോ 5 ഇൻറ്റു 5 25 ആണ് ആൻസർ. ഓപ്ഷൻ ഡി 25 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി 25 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ പലരും ഒന്ന് കൺഫ്യൂസ് ആയെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു ഇത്. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് പഠിച്ചിട്ടുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ആൾക്ക് ഡൗട്ട്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഒക്കെ വന്നിട്ടുണ്ടാവാം. എന്തായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത? എക്സാം എഴുതിയിട്ടുള്ളവർ കമന്റ് ചെയ്യുക. ഓക്കെ, ലാപ്ടോപ്പ് ചാർജർ ഈസ് സോൾഡ് ഫോർ റുപ്പീസ് 2540. 2540 രൂപയ്ക്ക് ഒരു ലാപ്ടോപ്പ് ചാർജർ വിറ്റു അല്ലെ? ലാപ്ടോപ്പ് ചാർജർ ഈസ് സോൾഡ് ഫോർ റുപ്പീസ് 2540 in cash or for a down payment of rupees 1340 in cash together with the rupees 1205 to be paid after 1 month. 1340 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്ത് 1205 രൂപ ഒരു മാസത്തേക്ക് കഴിഞ്ഞുള്ള പേയ്മെന്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ എത്ര രൂപ കൊടുക്കും? 2540 രൂപ കൊടുക്കേണ്ട ഒരു കേസാണ്. പക്ഷെ 1340 രൂപ ഡൗൺ പേയ്മെന്റും 1205 രൂപ പിന്നെയും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും 2545 രൂപയല്ലേ? അതായത് ഒരു മാസത്തെ ഗ്യാപ്പ് എടുത്തതിന് 5 രൂപ എക്സ്ട്രാ വാങ്ങി അല്ലെ? ഒരു മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു 5. നമുക്ക് ചോദിച്ചേക്കുന്ന ഇൻസ്റ്റാൾമെന്റ് സ്കീമിലെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഒരു മാസത്തേക്ക് 5 ആണെങ്കിൽ 12 മാസത്തേക്ക് എത്ര രൂപ വരും? 60 രൂപ വരും അല്ലെ? അതായത് 1205 രൂപയ്ക്ക് 12 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 60 ആണ്. 1200 രൂപയ്ക്ക് 1200 രൂപയല്ല ഇനി കൊടുക്കാനുള്ളത് ശരിക്കും. 2540 എന്ന് പറയുമ്പോൾ 1340ഉം 1200 കൂടെ ചേരുമ്പോഴാണ് 2540. ഈ 1200ന് പകരം ഒരു 60 രൂപ ഒരു വർഷത്തേക്ക്, ഒരു ദിവസത്തേക്ക് 5 രൂപ, ഒരു മാസത്തേക്ക് 5 രൂപ മേടിച്ചോളൂ, ഒരു വർഷത്തേക്ക് 60 രൂപയായി അല്ലെ? ഇൻറ്റു 100 ചെയ്യുന്ന നോക്കേ, സീറോസ് ക്യാൻസൽ ആവും. 6 2 10/2 5. സോ 5% ആണ് പെർ ആനം. വളരെ സിമ്പിൾ ആയിരുന്നു. 1200 രൂപയ്ക്ക് 5 രൂപ ഒരു മാസം വെച്ച് 12 മാസം ആകുമ്പോഴത്തേക്കും 60 രൂപ. 1200ന്റെ 60 എത്രയാണ്? എത്ര പെർസെന്റേജ് ആണ്? അതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യനും ഓവറായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ചാപ്റ്റർ വൈസ് ക്ലാസ് അല്ല, ഒരു PYQ സെക്ഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്ത് പോകാം അത്ര മാത്രം നോക്കാം. അതായത് CHSL എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് ആൻസർ കീ എങ്ങനെ പെട്ടെന്ന് ചെയ്യാം അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇത്. ബേസിക് ആയിട്ട് ചാപ്റ്റർ വൈസ് പഠിക്കുന്നവർക്ക് ഇത് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള സെക്ഷൻ അല്ല കേട്ടോ. A shopkeeper sells a good at 40% loss on cost price but uses 25% less white. What is the percentage profit or loss? എന്നാണ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഒരു ഷോപ്പ് കീപ്പർ 10% നഷ്ടത്തിനാണ് വിൽക്കുന്നത് അല്ലെ? എന്നിട്ട് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? 25% വെയിറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. അതായത് 1 കിലോഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം ചോദിച്ചു വരുന്ന ആൾക്ക് 25 ഗ്രാം കുറച്ച് 25 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. മനസ്സിലായോ?
അപ്പൊ നമുക്കൊരു സി പി എസ് പി കമ്പൈൻ ചെയ്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതായത് എ ഷോപ്പ് കീപ്പർ സെൽസ് ഗുഡ് അറ്റ് 100%, 40% ലോസ്, 40% നഷ്ടത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം 60 രൂപയ്ക്ക് കൊടുക്കുന്നു അല്ലെ. 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഞാൻ 60 രൂപയ്ക്ക് കൊടുക്കുക, 40% നഷ്ടമാണ്. 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഞാൻ 60 രൂപയ്ക്ക് കൊടുക്കുക. ഇനി വെയിറ്റ് 25% കുറച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കുന്ന 100 ഗ്രാം തരുന്ന, പക്ഷെ ഞാൻ 75 കൊടുക്കുന്നുള്ളൂ. മനസ്സിലായി? ഞാൻ പറഞ്ഞേക്കുന്ന 100 ഗ്രാം തരുന്ന, ഞാൻ പക്ഷെ 75 കൊടുക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് കയ്യിൽ നിന്ന് പോയേക്കുന്ന 75. ഞാൻ വാങ്ങിയതിന് 75 ഗ്രാമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ 1 ഗ്രാമിന് 1 രൂപ വെച്ചാണ് 75 രൂപയുടെ സാധനം ഞാൻ കൊടുക്കുന്നുള്ളൂ അല്ലെ. സി പി 75 പക്ഷെ 100 രൂപ ഞാൻ വാങ്ങിക്കുന്നുണ്ട്. സെല്ലിംഗ് പ്രൈസ് 100 വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അവര് വിചാരിക്കുന്ന 100 ഗ്രാം ഞാൻ കൊടുത്തെന്നല്ലേ. അപ്പൊ 100 ഗ്രാമിന്റെ ഇപ്പൊ 1 ഗ്രാമിന് 1 രൂപ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ. 1 ഗ്രാമിന് 1 രൂപ വെച്ച്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് 75 രൂപയുടെ സാധനമേ പോയിട്ടുള്ളൂ. എന്റെ സി പി 75. പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന എസ് പി 100. മനസ്സിലായോ? 75 ഗ്രാമിനാണ് 100 രൂപ ഞാൻ വാങ്ങിക്കുന്നത്. അപ്പൊ ഇതിനെ ഒന്ന് കമ്പൈൻ ചെയ്തേ. അപ്പൊ ഈ 100 ഈ 100 ക്യാൻസൽ ആവും. 75:60 എന്ന് വരും. നമുക്ക് 15 കൊണ്ട് കട്ട് ചെയ്ത 5, 4. സോ 5 രൂപ വിലയുള്ളതിന് 4 രൂപ വിലയ്ക്കാണ് വിൽക്കുന്നത്. നഷ്ടം തന്നെ എന്നാലും അല്ലെ. 5-ൽ 1 നഷ്ടം, 20% നഷ്ടം. 5-ൽ 1 നഷ്ടം, 20% നഷ്ടം. മനസ്സിലായോ? മനസ്സിലായോ? ഈ പ്രോബ്ലം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് ഒരു സൊല്യൂഷൻ, അതായത് നമ്മുടെ PYQ CHSLന്റെ കഴിഞ്ഞ ഷിഫ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് പോവുകയാണ്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഷോർട്ട് കട്ട് മെത്തേഡ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. കൺവെൻഷണൽ മെത്തേഡോ ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽസോ പറയുന്നില്ല കേട്ടെ. അപ്പൊ നിങ്ങൾ CHSL ഒക്കെ എക്സാം എഴുതി സെറ്റ് ആയിരിക്കുന്നവർക്ക് ഒരു CGL എക്സാമിന് മുന്നേ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റണം ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ. Nirmal completed the school project in 45 days. How many days will Amit take to complete the same work if he is 25% more efficient than Nirmal? Nirmal ഉണ്ട്, അമിത്തും ഉണ്ട്. Nirmal completed the school project in 45 days. Nirmal 45 ദിവസം കൊണ്ട് ഒരു സ്കൂൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. In how many days will Amit take to complete the same work? Amit എത്ര ദിവസം കൊണ്ട് അവർക്ക് ചെയ്യും എന്നാണ് ചോദ്യം. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? നിർമ്മലിനേക്കാൾ 25% മോർ എഫിഷ്യന്റ് ആണ് ആര്? അമിത്. 25% 4-ൽ 1 കൂടുതൽ എഫിഷ്യന്റ് ആണ്. നിർമ്മലിന്റെ എഫിഷ്യൻസി 4 ആണെങ്കിൽ 1 കൂടുതലാണ്, 5 ആണ് അമിത്തിന്റെ എഫിഷ്യൻസി. നിർമ്മലിന്റെ എഫിഷ്യൻസി 4 ആണെങ്കിൽ അതിനേക്കാൾ 1 കൂടുതലാണ്. 25% എന്ന് പറഞ്ഞാൽ 4-ൽ 1 കൂടുതൽ എന്നാ. സോ 4 ആണെങ്കിൽ 5 ആണ്. 4 ആണെങ്കിൽ 5 ആണ്. ഓക്കെ, അപ്പം ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ 45 into 4 ആണ്. ഈ വർക്കും ഈ ഒരു നമ്പർ ഇൻറ്റു 5 ആണ്. ഓക്കെ, 45-നെ നമുക്ക് 9 into 5 എന്ന് എഴുതാം. സോ 9 into 4 into 5 ആണ് വർക്ക്. 9 into 4 into 5 ആണ് വർക്ക്. 5 ഇവിടെ ഉണ്ട്. അപ്പൊ 9 into 4 36. സോ ആൻസർ 36. അല്ലാതെ ഞാൻ വർക്ക് 45 into 4 കണ്ടുപിടിച്ചിട്ട് പിന്നെ 5 കണ്ടുപിടിക്കേണ്ട. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 45 into 4 ആണ് വർക്ക്. 45 into 4 ആണ് വർക്ക് by 5. അങ്ങനെ ചെയ്താലേ മതി. സോ ആൻസർ 36 days. 36 days. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രിഗ്നോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് പേരും സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു കുറച്ചെങ്കിലും ട്രിഗ്നോമെട്രി ടൈം സ്പെൻഡ് ചെയ്ത് തിയററ്റിക്കലി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നോക്കി, ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 plus cos തീറ്റയുടെ സ്ക്വയർ, ഇവിടെയും 1 plus cos തീറ്റ, ഇവിടെയും 1 plus cos തീറ്റ. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ cos സ്ക്വയർ തീറ്റ പ്ലസ് 2 cos തീറ്റ പ്ലസ് 1 എന്ന് വരും. ഡിനോമിനേറ്ററി 1 plus cos തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും. ഇത്രയും സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായോ? അതായത് സൈൻ തീറ്റയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ 1 plus cos തീറ്റ ദ ഹോൾ സ്ക്വയർ. 1 plus cos തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 square plus 2 cos theta plus cos square theta എന്ന് വരും. 1 plus 2 cos theta plus cos square theta എന്ന് വരും അല്ലെ. ഓക്കെ, ഇനി sin square theta plus cos square theta എന്താണ്? 1 ആണ്. ആ 1-ഉം ഈ 1-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 ആയി. സോ അതിനു മുമ്പ് ഇനി ഒരു പ്രോഡക്റ്റ് ടേമും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റു 1 by tan theta plus cos theta നമുക്ക് sin theta into cos theta എന്ന് എഴുതിക്കൂടെ? 1 by tan theta plus cos theta sin theta into cos theta എന്ന് എഴുതാം. അപ്പൊ അതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം.
1 by tan theta എന്ന് പറഞ്ഞാൽ sin theta by cos theta ആണ്. cot theta എന്ന് പറഞ്ഞാൽ cos theta by sin theta ആണ്. So 1 by sin square theta plus cos square theta. Sin square theta plus cos square theta 1 ആണ്. പിന്നെ sin theta into cos theta. 1 by sin theta cos theta is equal to sin theta into cos theta. മനസ്സിലായോ? 1 by sin theta cos theta റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ sin theta into cos theta. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അവിടെ sin theta cos theta എഴുതാൻ പറ്റുന്നത്. അത് ഡയറക്റ്റ് എഴുതാൻ പറ്റണം. ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അതിനാവശ്യമില്ല ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരാൾ ഈ 1 by tan theta plus cos theta ക്ക് പണ്ടേ സോൾവ് ചെയ്ത ക്വസ്റ്റൻ ആയിരിക്കും അല്ലെ. സോ sin theta ക്യാൻസൽ ആയി. sin square theta plus cos square theta 1 ആണ്. ആ 1ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 ആണ്. സോ 2 plus 2 cos theta by 1 plus cos theta എന്ന് വരും. 2 കോമൺ എടുത്ത 1 plus cos theta മുകളിലും ഉണ്ട്, താഴെ 1 plus cos theta ഉണ്ട്. ഇവിടെ ഒരു cos theta ഉണ്ടായിരുന്നേ, into cos theta ഉണ്ട്. ഇവിടോട്ട് എഴുതിയേക്കാം into cos theta. സോ ഇവിടെ നമുക്ക് into cos theta. സോ 1 plus cos theta 1 plus cos theta ക്യാൻസൽ ആയിട്ട് 2 cos theta ആണ് ആൻസർ വരും. 2 cos theta ആണ് നമ്മുടെ ഇതിന്റെ ആൻസർ. ക്ലിയർ ആണോ? അടുത്ത നോക്കാം. The population of a village was 4 lakh അല്ലെ. It is increased by 20% in the first year and increased by 30% in the second year. ഒരു വില്ലേജിലെ പോപ്പുലേഷൻ 4 ലക്ഷം ആയിരുന്നു. ആദ്യം അത് 20% ഇൻക്രീസ് ആയി, പിന്നെ അത് 30% ഇൻക്രീസ് ആയി. ഇറ്റ്സ് പോപ്പുലേഷൻ ആഫ്റ്റർ 2 years. ഇങ്ങനെ 20% 30% ഒക്കെ ഇൻക്രീസ് ആയതിനു ശേഷമുള്ള ആ ഒരു പോപ്പുലേഷൻ എന്താണെന്നാണ് ചോദ്യം. സോ അപ്പൊ നമുക്കറിയാം 20% ഇൻക്രീസ് ആയി, പിന്നെ ഒരു 30% ഇൻക്രീസ് ആയി. അപ്പൊ ടോട്ടൽ എത്രയായി? 20 plus 30 plus 20 into 30 by 100 അല്ലെ. അതായത് 50 plus 6 56% അല്ലെ. 50 plus 6 56 എഴുതണ്ട, 50 plus 6 നമുക്ക് എളുപ്പം. അതായത് 4 ലക്ഷം ആയിരുന്നു പോപ്പുലേഷൻ, അത് അതിന്റെ 50% കൂടി എന്ന് പറഞ്ഞാൽ പകുതിയും കൂടെ കൂടി അല്ലെ, 6 ലക്ഷമായി അല്ലെ. 6% കൂടി എന്ന് വെച്ചാൽ 6 into 4 24,000 രൂപയും കൂടായി. അപ്പൊ 6,24,000. അപ്പൊ 4 ലക്ഷം 50% കൂടി എന്ന് പറഞ്ഞാൽ 4 ലക്ഷത്തിന്റെ പകുതിയും കൂടെ കൂടി, 2 ലക്ഷം കൂടെ കൂടി 6 ലക്ഷമായി. 4 ലക്ഷം എന്ന് പറയുന്നത് 2 ലക്ഷം കൂടെ കൂടിയിട്ട് 6 ലക്ഷം ആവും. 4 ലക്ഷത്തിന്റെ 6% എന്ന് പറയുന്നത് 4 into 6 24 ആണ്. സോ 6,24,000. ഓപ്ഷൻ എ. പെട്ടെന്ന് ചെയ്യായിരുന്നു, കാൽക്കുലേറ്റീവ് അല്ലായിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം. A police traveling at 65 km/h is chasing a thief who is 1,200 meters away from him and is traveling at 41 km/h. Find the time taken by the policeman to catch the thief. Options under 2 minutes, 4 minutes, 3 minutes, 1 minute. A police traveling at 65 km/h is chasing a thief who is running at 1,200 meters away from him and is traveling at 41 km/h. അപ്പൊ നമുക്ക് 1,200 മീറ്റർ അകലെ നിന്ന് ഒരു പോലീസ് 65 km/h വേഗത്തില് ആരുടെ പുറകെ പോകുന്നുണ്ട്? 41 km/h വേഗത്തിൽ പോകുന്ന നമ്മുടെ കള്ളന്റെ പുറകെ പോവുകയാണല്ലേ. അങ്ങനെയാണെങ്കിൽ പോലീസിന് കള്ളനെ പിടിക്കാൻ എത്ര ടൈം എടുക്കുന്നു എന്നാണ് ചോദ്യം. 65ഉം 41ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് 65 ഒരു മണിക്കൂറിൽ 65 കിലോമീറ്റർ പോലീസ് പോകുമ്പോൾ 1 മണിക്കൂറിൽ 41 കിലോമീറ്റർ കള്ളം പോകുന്നുണ്ട് അല്ലെ. 1 മണിക്കൂറിൽ 65 കിലോമീറ്റർ പോലീസ് പോകുമ്പോൾ 1 മണിക്കൂറിൽ 41 കിലോമീറ്റർ കള്ളം പോകുന്നുണ്ട്. അങ്ങനെ 24 കിലോമീറ്റർ എക്സ്ട്രാ ആണ് പോലീസ് സഞ്ചരിക്കുന്നത്. 1 മണിക്കൂറിൽ പോലീസ് എത്ര അധികം സഞ്ചരിക്കുന്നുണ്ട്? 41 തന്നെയാണോ പോലീസ് സഞ്ചരിക്കുന്നത്? അല്ല, ഒരു 24 കിലോമീറ്റർ എക്സ്ട്രാ ട്രാവൽ ചെയ്യുന്നുണ്ട്. 65 മൈനസ് 41 24. തീഫ് 41 km/h പോകുമ്പോൾ പോലീസ് 41 അല്ല, 41 പ്ലസ് 24, അതായത് 1 മണിക്കൂറിൽ 24 കിലോമീറ്റർ എക്സ്ട്രാ ട്രാവൽ ചെയ്യുന്നു. 1 മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിലാണ് ഈ പോലീസ് 24,000 മീറ്റർ എക്സ്ട്രാ ട്രാവൽ ചെയ്യുന്നത്.
അതായത് 6 മിനിറ്റിലാണ് ഈ പോലീസ് 2400 മീറ്റർ എക്സ്ട്രാ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ 3 മിനിറ്റിലാണ് ഈ പോലീസ് 1200 മീറ്റർ എക്സ്ട്രാ ട്രാവൽ ചെയ്ത് നമ്മുടെ കള്ളനെ പിടിക്കുന്നത്. അപ്പൊ നമുക്ക് 1 മണിക്കൂർ 24 കിലോമീറ്റർ അധികം സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലായി. മണിക്കൂറിനെ മിനിറ്റ് ആക്കി, 60 മിനിറ്റില് കിലോമീറ്ററിനെ മീറ്റർ ആക്കിയ, കാരണം ഇവിടെ മീറ്ററിലാണല്ലോ തന്നിരിക്കുന്നത്, 24,000 മീറ്റർ. സോ രണ്ടിടത്ത് ഒരു 0 കട്ട് ചെയ്തപ്പോ 6 മിനിറ്റിൽ 2400 മീറ്റർ, 3 മിനിറ്റിൽ 1200 മീറ്റർ എക്സ്ട്രാ ട്രാവൽ ചെയ്ത് പോലീസ് എന്ത് ചെയ്യും? കള്ളനെ പിടിക്കും. സോ ഓപ്ഷൻ 3 ഓക്കെ. അപ്പൊ നമ്മുടെ കുറെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് അഗെയിൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊക്കെ അറിയാലോ, നമുക്ക് എന്തായാലും ഒരു പ്രോഫിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടും ഡിസ്കൗണ്ട് റിലേറ്റഡ് ആയിട്ടും ഒക്കെ ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. By selling an article for rupees 2,160, Prashant allows a 20% discount and earns 28% profit. If the article is sold without any discount, the profit will be. By selling an article for rupees 2,160, Prashant allows 20% discount and earns 28% profit. 28% പ്രോഫിറ്റ് കിട്ടുന്നു, 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഡിസ്കൗണ്ട് കൊടുക്കുന്നത് മാർക്ക് പ്രൈസിൽ നിന്നാണ് അല്ലെ. മാർക്ക് പ്രൈസിൽ നിന്നാണ് 20%. 20% എന്ന് വെച്ചാൽ 5ൽ 1 ഡിസ്കൗണ്ട്. അതായത് മാർക്ക് പ്രൈസ് 5 ഇട്ട ഒരു സാധനത്തിന് 1 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 4 രൂപയ്ക്ക് വിൽക്കും അല്ലെ. അപ്പൊ സെല്ലിംഗ് പ്രൈസും മാർക്ക് പ്രൈസും തമ്മിലുള്ള റേഷ്യോ 4/5. സെല്ലിംഗ് പ്രൈസും മാർക്ക് പ്രൈസും തമ്മിലുള്ള റേഷ്യോ 4/5 എഴുതാം. അതായത് 5 രൂപയുടെ സാധനം 4 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ് അർത്ഥം. 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 5 രൂപയുടെ സാധനം 4 രൂപയ്ക്ക് വിൽക്കുന്നു. ഇനി 28% പ്രോഫിറ്റ്. 28% പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 100 രൂപയുടെ ഒരു സാധനം 128 രൂപയ്ക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ 50 രൂപയുടെ സാധനം 100 മാറി 50 ആവുമ്പോൾ 64 അല്ലെ. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ ആണ്. വാങ്ങിയത് 50 രൂപയ്ക്ക്, വിറ്റത് 64 രൂപയ്ക്ക്. വാങ്ങിയത് 50 രൂപയ്ക്ക്, വിറ്റത് 64 രൂപയ്ക്ക്. ഒന്നുകൂടെ ചെറുതാക്കിയ 32/25. വാങ്ങിയത് 25 രൂപയ്ക്ക്, വിറ്റത് 32 രൂപയ്ക്ക്. വിറ്റത് 32 രൂപയ്ക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 4നെയും കൂടെ 32 ആക്കാം, ഇൻറ്റു 8 ചെയ്താൽ മതി. അതായത് 32 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ എത്ര രൂപ മാർക്ക് പ്രൈസ് ഇട്ടേക്കണം? 40 രൂപ മാർക്ക് പ്രൈസ് ഇട്ടേക്കണം. മനസ്സിലായോ? അപ്പൊ 28% പ്രോഫിറ്റ് എന്നുള്ളതിൽ നിന്ന് SP/CP റേഷ്യോ എഴുതാൻ പറ്റും. 20% ഡിസ്കൗണ്ട് എന്നുള്ളതിൽ നിന്ന് SP/MP റേഷ്യോസ് എഴുതാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. സെല്ലിംഗ് പ്രൈസ് മാർക്ക് പ്രൈസ് റേഷ്യോ കിട്ടി. അങ്ങനെയാണ് നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് വാങ്ങിയത് 25 രൂപയ്ക്കാണെങ്കിൽ വിറ്റത് 32 രൂപയ്ക്കാണ്, മാർക്ക് പ്രൈസ് ഇട്ടത് 40 രൂപയാണ് അല്ലെ. ചോദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാതെ വാങ്ങിയ വിലയിൽ നിന്ന് ഡയറക്റ്റ് ലാഭം എടുക്കുവാണ്. അതായത് 25 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാതെ 40 രൂപയ്ക്ക് അങ്ങ് വിറ്റാൽ, 40 രൂപയ്ക്ക് വിറ്റെന്ന് വെച്ചാൽ 15 രൂപ എക്സ്ട്രാ കിട്ടും അല്ലെ. 25 + 15 ആണ് 40. പെർസെന്റേജ് എത്രയാണ് ലാഭം? 25 4 100 15 4 60. 60% ലാഭം കിട്ടും അല്ലെ. ഓപ്ഷൻ 4 60%. ഓപ്ഷൻ 4 60%. ഇതിലൊരു 2 സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യണമായിരുന്നു അല്ലെ. CP SP MP കണക്ട് ചെയ്ത് ചെയ്യണമായിരുന്നു. ഇതൊരു സ്റ്റെപ്പ് ചെയ്യണമായിരുന്നു. SP ഇക്വേറ്റ് ചെയ്യുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെല്ലാം SP ഈക്വൽ ആക്കി ചെയ്യുക കേട്ടോ. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. പക്ഷെ പകരം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ, പെർസെന്റേജ് എന്നുള്ള ക്വസ്റ്റ്യൻ. അത് വളരെ ഈസി ആയിരുന്നു. 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യന് ഒരു 2 സെക്കൻഡ് എക്സ്ട്രാ എടുക്കുമെങ്കിൽ വേറൊരു ക്വസ്റ്റ്യന് ആ ഒരു 2 സെക്കൻഡ് കുറച്ച് മതി ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അത് നോക്കാം. By what percentage should a racer increase the speed to reduce the time by 25%? ടൈം എന്താവണം? 25% കുറയ്ക്കണം. 25% കുറയ്ക്കാന്ന് വെച്ചാൽ 4ൽ 1 കുറയ്ക്കുക. 4 ആയിരുന്ന സമയമെങ്കിൽ ഇപ്പൊ 3 ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എന്തായിരിക്കും? 3 ആണെങ്കിൽ 4 എത്ര കൂടി? 1 കൂടി. എത്രയില്? 3ൽ 1. 3ൽ 1 എന്ന് പറഞ്ഞാൽ 33 1/3%. So answer 33 1/3%. ടൈം 4ൽ 3 ആയപ്പോൾ സ്പീഡ് 3 4 ആവും. സോ 3ൽ 1 ഇൻക്രീസ് ചെയ്തു. സോ 33 1/3%. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ജോമെട്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സീക്വൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാൻജന്റും ഉണ്ട് സീക്വൻസും ഉണ്ട്. സർക്കിളിനെ പാസ് ചെയ്ത് ഇങ്ങനെ
അകത്തൂടെ കടന്നു പോകുന്നത് സീക്കൻഡ്. ഒരു പോയിന്റിലൂടെ മാത്രം ടച്ച് ചെയ്ത് പോകുന്നതാണ് ടാൻജന്റ്. ഓക്കെ, പി ബി എ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പി ബി ഒരു സീക്കൻഡ് ആണ്. പി ഡി സി അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതൊരു സീക്കൻഡ് ആണ്. എ ഡി ഇസ് ദ ഡയമീറ്റർ, എ ഡി ഡയമീറ്റർ ആണ്. ഓക്കെ, എ ഡി ഡയമീറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ബാക്കിയുള്ള ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 20 ആണെങ്കിൽ ഇത് 70 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 30 ആയതുകൊണ്ട് ബാക്കി 60 വരും ഇവിടെ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? നമുക്ക് ആംഗിൾ ഡി ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ഡി ബി സി, ഡി ബി ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് 70, ഇത് 60. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈന് 180 ആവാൻ ഒരു 50 കൂടെ വേണം അല്ലെ? 180 ആവാൻ ഒരു 50 കൂടെ വേണം. അപ്പൊ ഇത് 70, ഇത് 60, ഇത് 50. നോക്കി, അങ്ങനെ നോക്കുമ്പോ ഈ 70നെ നമുക്ക് ഇനി വേണ്ട, 70 അവിടെ നിൽക്കട്ടെ. ഈ 60 പ്ലസ് 50 110 അല്ലേ? 60 പ്ലസ് 50 110 ആണ്. ഈ ആംഗിൾ എന്ത് വരും? ഈ ആംഗിൾ എന്ത് വരും? ദാ ഈ ഒരു ട്രയാംഗിളിനകത്ത് ഈ ആംഗിൾ എന്ത് വരും? അത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ബി ഡി എന്ന് പറഞ്ഞൊരു കോഡ്, ഒരു സർക്കിളിൽ ഒരു കോഡ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ബി ഡി എന്ന് പറഞ്ഞൊരു കോഡ് എടുക്കുവാണ്. ആ കോഡ് സർക്കിളിന്റെ ഏത് പോർഷനിൽ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതൊരു സർക്കിൾ. ഈ സർക്കിളിന്റെ ബി ഡി എന്ന് പറയുന്ന കോഡ്, ബി ഡി എന്ന് പറയുന്ന കോഡ് സർക്കിളിലെ ഏത് പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഇത് 30 ആണെങ്കിൽ ഇതും 30 ആണ്. അങ്ങനെയാണ് ബി എ ഡി 30 ആണെങ്കിൽ ബി സി ഡിയും 30 ആയിരിക്കും. കാരണം ബി ഡി എന്ന് പറഞ്ഞ കോഡ് സർക്കിളിൽ ഒരിടത്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ആണ്, അടുത്തടുത്ത് മേക്ക് ചെയ്യുന്ന ആംഗിളും 30 തന്നെ ആയിരിക്കും. സോ ഇത് 30 ആയി. അപ്പൊ ഇത് 60, ഇത് 50, ഇത് 30. ട്രയാങ്കിൾ ഇനി ബാക്കി ഇതും കൂടെ അല്ലേ ഉള്ളൂ. 60, 50, 110, 110, 30, 140, 140, 40, 180. സോ ആൻസർ ഓപ്ഷൻ ഡി 40 ഡിഗ്രി. സോ ആൻസർ ഓപ്ഷൻ ഡി 40 ഡിഗ്രി. ഓക്കെ, അതും ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The ratio of red to green sweets in a bag is 3:4. Red green 3 എണ്ണം ഉണ്ട്, റെഡ് സ്വീറ്റ് 3 എണ്ണം ഉണ്ടെങ്കിൽ ഗ്രീൻ സ്വീറ്റ് 4 എണ്ണം ഉണ്ട്. Red to green sweets in a bag is 3:4. How many red sweets are there in the bag if the number of green sweets? Green sweets ന്റെ എണ്ണം 120 ആണെങ്കിൽ ഇത് എത്രയാണ്? ഇത് into 30 ആണ്. സോ ഇതും into 30 ചെയ്താൽ മതി, 90. ആൻസർ ഓപ്ഷൻ 3 90. റേഷ്യോയിൽ ഒരിടത്ത് 30 മൾട്ടിപ്ലൈ ആണ്, അടുത്തടുത്ത് 30 തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. റേഷ്യോയുടെ ബേസിക് കോൺസെപ്റ്റ് മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഓപ്ഷൻ പോലും എഴുതിയിട്ടില്ല, കാരണം അത്ര സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ഒരു നമ്പർ 100 ആയിരുന്നു, അത് ഇൻക്രീസ്ഡ് ബൈ 20% 120. ആ 120 240 ആണ്, അതായത് into 2. ഫൈൻഡ് എ നമ്പർ, സോ into 2 ചെയ്താൽ മതി. 200. 100 120 ആയി അല്ലെ? 120ന്റെ ഒറിജിനൽ വാല്യൂ 240, അതായത് ഇതിന്റെ ഡബിൾ. സോ ഇതിന്റെ ഡബിൾ എടുത്താൽ മതി, 200. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ചെയ്തു പോകുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ. From a circle of radius r units, the largest equilateral triangle is cut out. What is the length of the side of the triangle? ഒരു സർക്കിൾ, r റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ആ ട്രയാങ്കിളിന്റെ സർക്കിൾ ആയിരിക്കും നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഞാൻ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ലാർജസ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, എല്ലാ സൈഡും ഈക്വൽ ആണ്. ഇത് എ ആണെങ്കിൽ ഇതും എ ആണ്, ഇതും എ ആണ്. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ ആണെന്ന് പറയുന്നുണ്ട്. സർക്കിളിന്റെ റേഡിയസ്, അപ്പൊ സർക്കിളിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ എന്താണ്? സർക്കിൾ r is equal to a by √3, a by √3. അപ്പം ട്രയാങ്കിളിന്റെ സൈഡ് അറിയാമെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് a by √3. സോ a is equal to √3 into r. ട്രയാങ്കിളിന്റെ സൈഡിന്റെ ഇക്വേഷൻ എന്ത് വരും? √3 into r. So answer option D, √3
3r. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ജസ്റ്റ് സർക്കം റേഡിയസിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ അതിൽ നിന്ന് എ അങ്ങ് എഴുതിയാൽ മതി. സർക്കം റേഡിയസിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞ് അതിൽ നിന്ന് എ എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, the sum of two numbers is 76. 3 times the larger number is 46 more than 4 times the smaller number. Smaller number ഇപ്പൊ എക്സും വൈയും. സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 76 ആണ്. 3 times എക്സ് എടുത്തു, 3 times തന്നെ എടുത്തിട്ട് പിന്നെ ഒരു വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് ആണ് 46 എന്ന് തന്നിരിക്കുന്നത് അല്ലെ. 4 times എന്ന് പറഞ്ഞാൽ 3y plus 4 ആണ്. ഫൈൻഡ് ദ ടു നമ്പേഴ്സ്. ആ 3 times രണ്ടിൽ കോമൺ എടുത്തിട്ട് ആ വരുന്ന വ്യത്യാസം സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. അതായത് രണ്ട് നമ്പേഴ്സിന്റെ സം 76 ആണ്. നമ്മുടെ ഓപ്ഷൻ നോക്കേ, 50, 26, 44, 32, 35, 41. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. 50, 26 കൂടെ ആഡ് ചെയ്യുമ്പോൾ 76 ആണ്. 50ന്റെ 3 ടൈംസും എടുത്ത് 26ന്റെ 3 ടൈംസും എടുക്കുക എന്ന് പറയുമ്പോൾ ടോട്ടൽ സമ്മിന്റെ 3 ടൈംസ് അങ്ങ് എടുത്താൽ പോരെ. എന്തിനാ ഇവരുടെ എല്ലാം കൂടെ എടുക്കുന്നത് അല്ലെ. സോ ഇത് സമ്മാണ്, ഇത് ഡിഫറൻസ് ആണ്. 15, 26 തമ്മിലുള്ള ഡിഫറൻസ് 24 ആണ്. സോ 24ന്റെ 3 ടൈംസ് ഒന്ന് എടുത്ത് നോക്കിയേ. 4 × 3 12, 3 × 2 6, 1 7, 72. അപ്പൊ ഇതാണ് 3 ടൈംസിന്റെ ഡിഫറൻസ്. അതായത് ഒന്നാമത്തെ നമ്പറിന്റെ 3 മടങ്ങും രണ്ടാമത്തെ നമ്പറിന്റെ 3 മടങ്ങും. അതായത് ഇത് 150 ഒന്നും എഴുതണ്ട, മനസ്സിലായോ? 3 മടങ്ങുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഡിഫറൻസിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഈ നമ്പറിനെ ഒരു പ്രാവശ്യം കൂടെ എടുക്കുന്നുണ്ട്, അതും ഒരു ഡിഫറൻസിൽ വരുന്ന 72 - 26 എത്ര വരും? 46. കറക്റ്റ് അല്ലേ? 46 മോർ ദാൻ എന്നല്ലേ വന്ന്. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടില്ലേ. സോ ആൻസർ ഓപ്ഷൻ എ 50 and 26. ആ ഒരു 3 ടൈംസിനെ കോമൺ ആയിട്ട് എടുത്ത് 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 26 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്പർ സിസ്റ്റത്തിന്റെ ബേസിക് സെക്ഷൻസ് ഒക്കെ കാണാൻ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതൊന്നുകൂടെ പറഞ്ഞുതരാം, ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ കിട്ടി, ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ അങ്ങനെ. അതായത് 50ന്റെ 3 മടങ്ങെന്ന് പറയുമ്പോൾ 150. ഇനി നിങ്ങൾ അടുത്ത നമ്പർ 26ന്റെ 3 മടങ്ങെന്ന് പറയുമ്പോഴത്തേക്കും 6 3 18, 78. ഇനി ഇവരുടെ ഡിഫറൻസ് 24 അല്ലേ. ഇവരുടെ ഡിഫറൻസ് എത്ര വരും? 72 അല്ലേ. ആ 72 കണ്ടുപിടിക്കാൻ ഇതും ഇതും കണ്ടുപിടിക്കണോ? ഇതിന്റെ 3 അങ്ങ് എടുത്താൽ പോരെ. അതാണ് 72. ഞാൻ അങ്ങനെ ഡയറക്റ്റ് റേഷ്യോ എന്ന് ചെയ്തത്. പിന്നെ ഇത് 3 ടൈംസ് അല്ല എടുക്കുന്ന, 4 ടൈംസ്. അതുകൊണ്ടാണ് ഡിഫറൻസ് 46 ആയത്. അതായത് ഒരു 26ന്റെ ഡിഫറൻസും കൂടെ വരുന്നുണ്ട്. ആ 26 കൂടി ഇല്ല, ആ 26 കൂടെ ഉണ്ടായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 46 ഡിഫറൻസ് വരുന്നത്. 72 - 26 ആണ് 46 വരുന്നത് അല്ലെ. സോ ആ 46 കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയത് കൊണ്ട് നമ്മൾ എടുത്ത ഓപ്ഷൻസ് കറക്റ്റ് ആണ്, 50 and 26. A solid metallic sphere of radius 6 cm is melted and recast into spherical balls of radius 3 cm. സ്പിയറിനെ സ്പിയറിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം, അതുകൊണ്ട് എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. അതായത് സ്പിയറിന്റെ വോളിയം ചേഞ്ച് ആവുന്നില്ല. ഒരു സംഭവം മെൽറ്റ് ചെയ്ത് വേറൊരു സംഭവം റീകാസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വോളിയം സെയിം ആണ്. 4/3 പൈ ആദ്യത്തെ ക്യൂബ് തന്നെയായിരിക്കും 4/3 പൈ സ്മോൾ ആർ ക്യൂബ്. 4/3 പൈയും 4/3 പൈയും ക്യാൻസൽ ആയി. ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ 6 ക്യൂബ് ആണ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. n × 3 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? സോ 6 × 6 × 6 is equal to n × 3 × 3 × 3. സോ ഇതെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം ഓരോ 2 വരും. സോ n is equal to 8. അങ്ങനെ 8 സ്പെറിക്കൽ ചെറിയ സൈസിലുള്ള 8 എണ്ണം ഉണ്ടാക്കാം. ടോട്ടൽ വോളിയം എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ ചെറിയ സൈസിലുള്ള നമുക്ക് 8 എണ്ണം ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിംപ്ലിഫിക്കേഷൻ്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. സിംപ്ലിഫിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര കിട്ടും ആൻസർ? 0 1 1/4 അങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻസ് വരുന്നത്. നോക്കേ, 1/4 ഡിവൈഡഡ് ബൈ 1/4. ആ ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ അല്ലെ. ഒരു ബോഡ് മാസ് റൂൾ അനുസരിച്ച് ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമേ ചെയ്യണം. അപ്പം ഈ 1/4ഉം
ഡിവൈഡഡ് ബൈ 1/4 എന്ന് വെച്ചാൽ 1 ആണ്. സോ 1 into 1/4 വെച്ചാൽ 1/4 ആണ്. പിന്നെ അഗെയിൻ 1/4. സോ 1/4 into 1/4 എന്ന് വരും ആ ന്യൂമറേറ്ററിൽ. ഇത് 1 ആണ്. സോ ബാക്കി 1/4 into 1/4. ഇനി ഡിനോമിനേറ്ററിലോ 1/8 plus 1/8 into 1/8. അതിൽ 1/8 plus 1/64 എന്ന് എഴുതാം അല്ലെ. 1/8 plus 1/64. ഇനി ഒരു 1 minus 4/9 ഉണ്ട്. ദാറ്റ് ഈസ് 5/9. അത് അവിടെ നിൽക്കട്ടെ, ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഒരു എളുപ്പ വഴിക്ക് വേണ്ടി ഇവിടെ 8 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 8 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഇത് 64 ആണ്, ഇതും 64 ആണ്. സോ 1/4 into 1/4 ഡിവൈഡഡ് ബൈ 64ൽ ഈ 8ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9. സോ 1/4 into 4 into 64/9 മൈനസ് 5/9 വരും അല്ലെ. 16 4 64. സോ നമുക്ക് എന്ത് വരും, ഇവിടെ 9 ഇവിടെ മൈനസ് അല്ലായിരുന്നു അല്ലെ, പ്ലസ് ആയിരുന്നു. സോ 1 minus 4/9 ഇവിടെ പ്ലസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയപ്പോഴത്തേക്ക് മൈനസ് ആയിട്ടുണ്ട്. സോ പ്ലസ് ആണ്. 4/9 പ്ലസ് 5/9. സോ 9/9 ആൻസർ 1. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റനും, 1-2 ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റനും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടില്ല. ബാക്കി എല്ലാ ക്വസ്റ്റനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഷിഫ്റ്റില് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇതുപോലെ ആൻസർ ഒക്കെ കിട്ടിയോ എന്നെല്ലാം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ. നെക്സ്റ്റ് വേറൊരു ഷിഫ്റ്റിന്റെ PYQ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.